പ്രിയരെ, കുറച്ച് ദിവസങ്ങളായിട്ടുള്ള മനസ്സിൽ ഉള്ളൊരു എന്താ പറയുക, ഒരാലോചന, വല്ലാത്തൊരു മാനസിക സംഘർഷം, അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, തെരുവിൽ നിന്നെടുത്ത ഓരോ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞിലെ എടുത്ത് കൈകാലുകൾ മുറിഞ്ഞും ചതഞ്ഞും അതൊക്കെ അറ്റുപോകുന്ന അവസ്ഥയ്ക്കായിട്ട് ആംബിറ്റേറ്റ് ചെയ്ത് അതൊക്കെ നമ്മൾ ഇത്ര കാലം അവരെ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുഞ്ചു, ഓർമ്മയില്ലേ? ആദ്യം കണ്ടത് നമ്മുടെ കുഞ്ഞിനാണ്. ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങൾ വേറെയും, അക്കു, ശംഭു, ഇതൊക്കെ ആ പാടത്തുനിന്ന് അമ്മയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളില്ലേ, അതിൽ ഒരാളാണിത്. ഒരാളെ കൊണ്ടുപോയി. ഇങ്ങനെ പലരും നമ്മളോട് രക്ഷിക്കൂ, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, നിങ്ങൾ നോക്കിയാലേ നന്നാവുള്ളൂ, നിങ്ങൾ കൊണ്ടുപോകൂ, നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോളൂ, പലരും പറയും. പക്ഷേ ശരിക്കും യാഥാർത്ഥ്യം, റിയൽ ലൈഫ് എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഷെൽട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറമ്പ് ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്താൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പറമ്പിൽ, വീടിനോട് ചേർന്നുള്ള ഈ പറമ്പിൽ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു ഒരു മനസ്സുണ്ട് സലാംക്ക എന്ന് പറഞ്ഞത്. അദ്ദേഹം ആ വലിയൊരു മനുഷ്യൻ്റെ ആ ഒരു കാരുണ്യം, ആ ഒരു അനുകമ്പ കൊണ്ടാണ് എന്തോ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് 2-3 കൂടുകൾ ഇവിടെ വെക്കാൻ പറ്റിയതും, 2 കൂട് വെക്കാൻ പറ്റിയതും, ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ അവരുടെ സ്വാതന്ത്ര്യത്തോടെ വിടാൻ ആഗ്രഹിച്ചതും. കണ്ടില്ലേ, ഇത് നമ്മളെ നോക്കുന്ന വേറെ കുഞ്ഞുങ്ങൾ, ഇവരൊന്നും അഡോപ്ഷൻ ആവുന്നില്ല. ആർക്കും നാടൻ കുഞ്ഞുങ്ങളൊന്നും വേണ്ട. ഈ സ്ഥലം കണ്ടോ, ആ കുഞ്ഞുങ്ങളെ ഒന്ന് തുറന്നു വിട്ട് അവരെല്ലാവരും കൂടി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എൻ്റെ വീടിന് ചുറ്റും വീടുകളാണ്. അതായത് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിന് ചുറ്റും ഒരുപാട് വീടുകളാണ്. ശരിക്കും ഇവരെയൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കാനും പുറത്തോട്ട് ഇറക്കാനും പറ്റാത്തൊരു സാഹചര്യം. കാരണം ഇവരൊക്കെ ഇപ്പോൾ വലിയ വലിയ വില്ലന്മാരായി മാറാണ്. അവരൊന്ന് തക്കം കിട്ടിയാൽ ഓടിപ്പോവും. പിന്നെ എവിടേക്കൊക്കെ ഏതൊക്കെ വീടിൻ്റെ പരിസരത്തേക്കാണ് പോകുന്നതറിയില്ല. നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ശല്യമാകാനും ബുദ്ധിമുട്ടാവരുതെന്നും ശല്യമാവരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആ കോമ്പൗണ്ട് വാളിൻ്റെ അവിടെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു നെറ്റ് കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവർ ഏറ്റവും കൂടുതൽ അമ്മയാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ ധൈര്യത്തോടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും നോക്കാനൊക്കെ അവരെ ഇറക്കി വിടുന്നൊക്കെ അമ്മയ്ക്ക് ഇവരെ പിറകെ ഓടി എത്തുന്നില്ല. അത് വല്ലാത്തൊരു മനപ്രയാസം. കാരണം ഇവർ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അവർ ഓടിപ്പോവാണ്. കാരണം അവർ ഡോഗ്സാണ്. അവർക്ക് അവരുടേതായ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് ക്രോസ് ചെയ്യാതെ ആ ചിന്താഗതികളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഓടി പോകുമ്പോൾ പിന്നീട് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഇവർക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്ത് നിൽക്കാം, പക്ഷേ ആ ഗ്യാപ്പ് ഒന്ന് അടയ്ക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ചാടിയിട്ട് അവർ വേറെ വെളിയിലോട്ട് പോകും. ആ കൂടിനപ്പുറത്ത് കിടക്കുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒരു നെറ്റ് വെച്ച് താൽക്കാലികം നെറ്റ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യാന്ന് വെച്ചെങ്കിൽ അത് ഉപകാരമായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാണ്ട് വല്ലാത്തൊരു മനപ്രയാസത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും സലാംക്കയുടെ ഒരു കനിവ്